Hi dears, All India Counseling Registration and Choice Filling റൗണ്ട് 1ലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത് സീറ്റ് മെട്രിക്സ് ആണ്. അതായത് എത്ര കോളേജുകളുണ്ട്, എത്ര സീറ്റുകളുണ്ട്, കാറ്റഗറി വൈസ് ആയിട്ട് ഏതൊക്കെ സീറ്റുകളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് അറിയാലോ, mcc.nic.in കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വിൻഡോ വരും. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ സീറ്റ് മെട്രിക്സ് ഉണ്ട്. നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സീറ്റ് മെട്രിക്സ് ഇങ്ങനെ വിശദമായിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കോളേജുകൾ, സീറ്റ് അലോക്കേഷൻസുകൾ ഒക്കെ നമുക്ക് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇത്തരം ഡീറ്റെയിൽസിലൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കടന്നു പോകാം. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അറിയാലോ ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ 1-ാം തീയതി നമുക്കൊരു മോക്ക് അലോട്ട്മെന്റ് വരും. അതിനനുസരിച്ച് നമുക്ക് കോളേജുകളിൽ ഒക്കെ മാറ്റം വരുത്തി നമ്മുടെ ഓപ്ഷനുകൾ റീസെറ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ സാധ്യതകൾ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി പല വിദ്യാർത്ഥികളുടെയും സംശയമാണ്, ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രമേ കേരളയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഓരോ കുട്ടിയുടെയും ചോയ്സ് ആണ്. നമുക്കൊരു ഗവൺമെന്റ് കോട്ടയിൽ സീറ്റ് കിട്ടുക, അത് MBBS ആയാലും BDS ആയാലും സീറ്റ് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ഓൾ ഇന്ത്യ കൗൺസിലിൽ രജിസ്ട്രേഷൻ നടത്തുവാൻ പറയുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കുറെ പേർക്ക് അങ്ങനെ സംശയമുണ്ട്, അതാണ് ക്ലിയർ ചെയ്യുന്നത്. ഇനി നമുക്ക് സീറ്റ് മെട്രിക്സിലേക്ക് പോകാം. mcc.nic.in എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് കയറി കഴിഞ്ഞാൽ സീറ്റ് മെട്രിക്സ് ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇതിലെ എല്ലാ സീറ്റുകളുടെയും ഓരോന്നും നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് പരിശോധിക്കാം. നമ്മൾ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. ഇപ്പൊ ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള അലോട്ട്മെന്റ്, അതായത് ഇന്ത്യയിലുള്ള ഗവൺമെന്റ് MBBS BDS കോളേജുകളിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ്, അതുപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, കുറച്ചും കൂടി ഫീസ് കൂടിയ നിരക്കിലുള്ള 10 ലക്ഷം വരെ ഫീസ് ഉള്ള യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അതായത് അലിഗഡ്, ബനാറസ് പോലെയുള്ള യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ESIC, ഇത് പലർക്കും സംശയമാണ്. IP വാർഡിലല്ല, ഇത് അല്ലാതെ തന്നെ നമുക്ക് റിസർവേഷൻ ഇല്ലാതെ തന്നെ ജനറൽ ആയിട്ട് 15% ESIC കോളേജുകളിലേക്ക് 7 കോളേജുകളിലേക്കുള്ള സീറ്റിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ AFMC, അതും ഇതിലൂടെ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള VMMC, SJH, ABVIMS ഇതിലേക്കൊക്കെ തന്നെ നമുക്ക് ഈ ഒരു കൗൺസിലിംഗ് കൂടെ അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഈ വർഷത്തെ പ്രത്യേകത, നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എയിംസും ജിപ്മറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഈ ഒരു വർഷത്തെ പ്രത്യേകതയാണ്. കൂടാതെ പുതുതായിട്ടുള്ള കോളേജുകളിലെ സീറ്റുകളൊക്കെ തന്നെ 2-ാം റൗണ്ടിലായിരിക്കും ഉൾപ്പെടുത്തുക. ഓക്കെ, ഇപ്പൊ സീറ്റ് മെട്രിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ കോളേജുകളുടെയും സീറ്റുകളുടെ എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഓൾ ഇന്ത്യ കോട്ടയിലുള്ള ഗവൺമെന്റ് കോളേജുകൾ, അതായത് MBBS BDS സീറ്റുകൾ നമുക്ക് ആദ്യം വിശകലനം ചെയ്യാം. ടോട്ടൽ കോളേജ് നമുക്ക് ഗവൺമെന്റ് കോളേജുകളാണുള്ളത്. MBBSന് വേണ്ടി 238 കോളേജുകളാണുള്ളത്. അതിലേക്കുള്ള സീറ്റുകളുടെ എണ്ണം നമുക്ക് കാറ്റഗറി വൈസ് ആയിട്ട് നോക്കാം. ഇപ്പൊ EWS ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടിക്ക് ഒരു സീറ്റാണുള്ളത്. അതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ EWSകാർക്കും വളരെ സന്തോഷിക്കാം. EWS 26 സീറ്റുകളാണുള്ളത്. നമുക്ക് താലൂക്ക് ഓഫീസിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് മുഖാന്തരം ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ അപേക്ഷിച്ചാൽ നമുക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ജനറൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് 200 സീറ്റുകളുണ്ട്. നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ 200 സീറ്റാണ് അതിലേക്കുള്ളത്. ഓക്കെ, ഇനി ജനറൽ സീറ്റ് ആയിട്ടുള്ളത് 3986 സീറ്റുകളാണ് കുട്ടികളെ ഓൾ ഇന്ത്യ കോട്ടയിൽ ഗവൺമെന്റ് MBBSന് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 15000 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ഇതിൽ തന്നെ ഓൾ ഇന്ത്യ റാങ്കിൽ നമുക്ക് ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗവൺമെന്റ് MBBS സീറ്റ് വേണമെങ്കിൽ നമുക്ക് കേരളത്തിന്റെ പുറത്ത് ഇതിൽ തന്നെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ OBCയിലുള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 4 സീറ്റാണ്. കൂടാതെ OBCക്ക് 69 സീറ്റും കൂടി ഇവിടെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡൽഹി ESI കോളേജുകളിലേക്കാണ് നമുക്ക് 69 OBC കാറ്റഗറൈസ് വരുന്നത്. ഓക്കെ, SC ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 38 സീറ്റാണുള്ളത്. കുട്ടികളെ നോക്കുക,
ഇതിന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ 38 സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിലുണ്ട്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല, പലർക്കുമുള്ള സംശയമാണ്. SC കാറ്റഗറിക്ക് 791 സീറ്റുണ്ട്. ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 19 സീറ്റാണുള്ളത്. ഓക്കെ, STക്ക് 393 സീറ്റുകളാണുള്ളത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാം. അപ്പൊ മൊത്തം സീറ്റ് 5527 സീറ്റുകളാണുള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെക്കാളും സീറ്റിന്റെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ OBC വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, അവർ താലൂക്ക് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ EWSകാർക്കും താലൂക്ക് ഓഫീസിൽ നിന്നുള്ള പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു കാറ്റഗറിയിലൊക്കെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഓൾ ഇന്ത്യ കോട്ടയിലെ ഗവൺമെന്റ് കോളേജുകളിലൊക്കെ BDS സീറ്റുകളാണുള്ളത്. 41 ഗവൺമെന്റ് കോളേജുകളാണുള്ളത്. അവിടെയും കാറ്റഗറി വൈസ് തന്നെ EWSന് 3 സീറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ ജനറൽ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് 14 സീറ്റുകളാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ജനറൽ URൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 287 സീറ്റാണുള്ളത്. സിമിലർലി OBCക്ക് 9 സീറ്റുകൾ ഇവിടെയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കണം. SC ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന് 2 സീറ്റാണ്. SC 59 സീറ്റാണുള്ളത്. അപ്പൊ ഇവിടെയും ഉണ്ട്, നമുക്ക് BDS കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് കുട്ടികളെ. അപ്പൊ നമുക്ക് 1 ലക്ഷം വരെയുള്ള കുട്ടികൾക്ക് BDSനുള്ള സാധ്യതകളുണ്ട് ഓൾ ഇന്ത്യ റാങ്കിൽ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, എല്ലാ കുട്ടികളും ഇതിനു വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ കൗൺസിലിംഗിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. ഇനി ST വിഭാഗത്തിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 1 സീറ്റും ST വിഭാഗത്തിൽ 30 സീറ്റുകളാണുള്ളത്. അങ്ങനെ മൊത്തം BDSന്റെ സീറ്റുകളുടെ എണ്ണം 405 ആണുള്ളത്. ഇനി ഈ വർഷത്തെ പ്രത്യേകത, എയിംസ് നമ്മളെ ഈ കൗൺസിലിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെക്കാളും കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 19 കോളേജുകളാണുള്ളത്. കഴിഞ്ഞ വർഷം 15 കോളേജുകളായിരുന്നു ഉണ്ടായിരുന്നത്. കാറ്റഗറി വൈസിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാറ്റഗറി വൈസിൽ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. EWS ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. 12 സീറ്റുകളുണ്ട്. അതുപോലെ തന്നെ EWS 170S EWSകാർക്ക് 172 സീറ്റുകളാണ് കുട്ടികളെ. എയിംസിൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നമുക്ക് MBBS പഠിക്കുക, കുറഞ്ഞ ഫീസിൽ തന്നെ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എക്കണോമിക്കലി വീക്കറായ കുട്ടികൾക്കും ഒരു സാധ്യതയുണ്ട്. 172 സീറ്റുകളാണുള്ളത്. അപ്പൊ താലൂക്ക് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നമ്മൾ ഹാജരാക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ടിൽ ഇല്ലെങ്കിലും സ്റ്റേ വേക്കൻസിയിലും പരിഗണിക്കാവുന്നതാണ്. ജനറൽ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് 40 സീറ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറി, നമ്മുടെ ജനറൽ കാറ്റഗറിക്ക് 765 സീറ്റുകളുണ്ട് കുട്ടികളെ. ഓക്കെ, OBC ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് 29 സീറ്റാണ്. OBC 473 സീറ്റുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. താലൂക്ക് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് മുഖാന്തരം നമുക്ക് OBCയിലേക്ക് ഏറ്റവും കൂടുതൽ എയിംസിൽ റിസർവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. SC ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 8 സീറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ SCക്കാർക്ക് 267 സീറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. കാറ്റഗറി വൈസിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾക്ക് കൂടുതൽ ചാൻസുകളുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 4 സീറ്റുകളാണുള്ളത്. ST 129 സീറ്റാണ്. അപ്പൊ മൊത്തം 19 കോളേജുകളായിട്ട് 1899 സീറ്റുകളാണുള്ളത്. ടോട്ടൽ സീറ്റുകൾ 1899 സീറ്റുകളാണുള്ളത്. ഇപ്പൊ ജിപ്മർ MBBS സീറ്റ് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകും. ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിൽ തന്നെ പഠിക്കുവാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണ് ജിപ്മർ. ഇപ്പൊ 2 കോളേജുകളാണ് ഉള്ളത്. പുതുച്ചേരിയിലും കാരക്കലുമാണ് ജിപ്മറിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റിസർവേഷൻ കാറ്റഗറീസ് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇന്റേണൽ സ്റ്റുഡൻസ് ആവുന്ന അവിടെ ചോദിക്കും നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇന്റേണൽ സ്റ്റുഡൻസിന്റെ സ്ഥാനത്ത് നോ എന്നാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്റേണൽ സ്റ്റുഡൻസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ നോ കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും അത് ശ്രദ്ധിക്കുക. ഇപ്പൊ 2 കോളേജുകളാണ് ഉള്ളത്. എന്തൊക്കെയാണ് റിസർവേഷൻ കാറ്റഗറീസ് നോക്കാം. ഇപ്പം EWS കാറ്റഗറിയിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന് 1 സീറ്റുണ്ട്.
ഒരു സീറ്റാണുള്ളത്. ഓക്കെ, EWSകാർക്കും 16 സീറ്റുകളുണ്ട് കുട്ടികളെ. അപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 16 സീറ്റുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭിക്കുന്നതാണ്. ഇനി ജനറൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് 3 സീറ്റുകളാണ് ഉള്ളത്. ഓക്കെ, അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ് 74 സീറ്റുകളുണ്ട് അൺറിസർവ്ഡ് കാറ്റഗറിയിലേക്ക്. അപ്പം 1000 റാങ്കുള്ള കുട്ടികൾക്കൊക്കെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 74 സീറ്റുണ്ട്. ജനറൽ NRIക്ക് 6 സീറ്റുകളാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഫീസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എത്രയാണോ അതിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഫീസ് കാര്യങ്ങൾ അവിടെ വരുന്നതായിരിക്കും. അപ്പൊ ഫീസും കൂടി ഒന്ന് നോക്കുക. അതുപോലെ തന്നെ NRIയുടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതിന്റെ ഡോക്യുമെന്റ്സുകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 6 സീറ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. OBC ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളത് 1 സീറ്റാണ്. വേറെയും ഒരു കാര്യം, OBCക്കാർക്ക് ഏറ്റവും കൂടുതൽ റിസർവേഷൻ ഉണ്ട്. 47 റിസർവേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, തഹസിൽദാരുടെ കയ്യിൽ നിന്നും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതിന്റെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് 2 സീറ്റുകളാണ്. SCക്കാർക്ക് 23 സീറ്റുകളുണ്ട്. അതുപോലെ തന്നെ ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 1 സീറ്റ്, ST 11 സീറ്റ്, അങ്ങനെ ടോട്ടൽ 185 സീറ്റ്സുകളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി കോളേജുകളായ ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിൽ പഠിക്കാവുന്ന കോളേജാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കോളേജ്. ഇവിടെ ജനറലും NRI സീറ്റും മാത്രമേ ഉള്ളൂ. വേറെ റിസർവേഷൻ ഒന്നും തന്നെ ഇല്ല. ജനറൽക്കാർക്ക് 68 സീറ്റുകളാണ് ഉള്ളത്. ഒരു കോളേജാണ് ഉള്ളത്. 68 സീറ്റുകളാണ് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വരുന്നത്. അതുപോലെ തന്നെ NRI സീറ്റുകൾ 5 NRI സീറ്റുകളും ഉണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിൽ പഠിക്കാവുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി കോളേജാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കോളേജ്. അടുത്തതും അതുപോലെ തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി കോളേജാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഒരു കോളേജാണ് ഉള്ളത്. അതിൽ EWSകാർക്ക് 10 സീറ്റ് റിസർവ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, 10 സീറ്റുകളുണ്ട്. OBC വിഭാഗത്തിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 1 സീറ്റ്. ഇവിടെയും OBCക്കാരെ കൊണ്ട് 26 സീറ്റുകളുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ജനറൽ URI സീറ്റ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 39 സീറ്റാണുള്ളത്. ജനറൽ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് 2 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. SC വിഭാഗം 15 സീറ്റ്, ST വിഭാഗം 7 സീറ്റാണ് ഉള്ളത്. ഡീംഡ് യൂണിവേഴ്സിറ്റികളാണുള്ളത്. MPBS PDS കോളേജുകളിലേക്ക് സീറ്റാണ്. നമ്മുടെ അമൃത മണിപ്പാൽ പോലെയുള്ള കോളേജുകളാണുള്ളത്. 10 ലക്ഷം മുതൽ 30 ലക്ഷം വരെയാണ് ഇയർലി ഫീസ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ ഏകദേശം നമുക്ക് 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെയുള്ള റാങ്ക് വരെയുള്ളവർക്ക് കിട്ടും. നമ്മൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ NRI സീറ്റിനെ കൂടി നടക്കുന്നതിന് പകരം നല്ല ക്യാമ്പസോടുകൂടിയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫീസ് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കൊടുക്കുന്നതാണ് മോർ ബെറ്റർ. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. 45 കോളേജുകളാണ് MBBS സീറ്റിനായിട്ടുള്ളത്. ഇവിടെയും റിസർവേഷൻ ഒന്നുമില്ല. പക്ഷേ ജനറൽ അൺറിസർവ്ഡിന് 6671 സീറ്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ റാങ്ക് 6 ലക്ഷം റാങ്ക് വരെയെങ്കിലും ലഭിക്കാവുന്നത്. MBBSന് ഓൾ ഇന്ത്യ റാങ്ക് 6 ലക്ഷം വരെയാണെങ്കിൽ കിട്ടാവുന്നതാണ്. ജനറൽ NRIയുടെ പ്രിസ്ക്രിപ്ഷൻ നോംസുകളോടുകൂടി 1237 സീറ്റുകളാണുള്ളത്. നിങ്ങളുടെ NRI സ്റ്റാറ്റസ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫീസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇവിടെ മുസ്ലിം മൈനോറിറ്റിക്ക് 2 കോളേജുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്കും റിസർവേഷൻ മുസ്ലിം മൈനോറിറ്റിക്ക് ഉണ്ട്. അതുകൊണ്ട് 99 സീറ്റുകൾ അതിലേക്കുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ ഒരൊറ്റ രീതിയിൽ തന്നെ അപേക്ഷിച്ചാൽ മതി. നമുക്ക് കിട്ടാവുന്ന ഒരു കോട്ടയുടെ സീറ്റുകളാണെന്ന് പറയാം. നമ്മൾ ഒരൊറ്റ അപേക്ഷ തന്നെ കൊടുത്താൽ മതി. നമ്മൾ ഏത് കാറ്റഗറിയിലേക്കാണെങ്കിൽ അങ്ങനെ പരിഗണിച്ചോളൂ. ഓക്കെ, ഇനി BDS ആയിട്ടുള്ളതും ജനറൽ അൺറിസർവ്ഡ് 2794 സീറ്റാണുള്ളത്. NRI കോട്ടയിലേക്കും 234 സീറ്റുകളുണ്ട്. മുസ്ലിം മൈനോറിറ്റിയിൽ 2 കോളേജുകളിൽ 42 സീറ്റുകളാണുള്ളത്. ഇവിടെ നമുക്കും അമൃത മണിപ്പാൽ പോലെയുള്ള കോളേജുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 6 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഫീസ് ആയിരിക്കും. അതുപോലെ തന്നെ കേരളയിൽ BDS സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ 3 ലക്ഷം വരെയാണ് ഫീസ് ഉണ്ടായിരിക്കുക. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. കഴിഞ്ഞ വർഷം ഫസ്റ്റ് റൗണ്ടിൽ 9300 ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരു 2000-ഓളം സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം 11,500-ഓളം
റാങ്കിൽ തന്നെ പോവാവുന്നതാണ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ. അപ്പൊ 12,000 വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഫസ്റ്റ് റൗണ്ടിൽ. അപ്പം എല്ലാ വിദ്യാർത്ഥികളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് 1-ാം തീയതിയാണ് നമ്മുടെ മോക്ക് അലോട്ട്മെന്റ് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സാധ്യതകളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നന്നായിട്ട്, ഏതൊക്കെ സാധ്യതകൾ ഉണ്ട്. ഇനി അതിനനുസരിച്ച് വീണ്ടും നമുക്ക് അത് നോക്കിയിട്ട് മോക്ക് അലോട്ട്മെന്റ് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഓപ്ഷൻസുകൾ റീഅറേഞ്ച്മെന്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു ദിവസം കൂടി നിങ്ങൾക്ക് സമയം ഉണ്ടാകും, അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസുകൾ സാധ്യതകൾ കൊടുക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഈ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല. നിങ്ങളുടെ ലൈക്ക് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അതാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ. അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.